ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ജോബ് ഹണ്ടിങ് ജേർണിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് റെസ്യൂമേ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ റെസ്യൂമേ ഉണ്ടാക്കാൻ. അപ്പൊ ജർമ്മനിയിൽ വർക്ക് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ റെസ്യൂമേ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. So in today's video, we'll be talking about template of the CV, what to include in the CV, what not to include in the CV, and the reason to get instant rejection in Germany. Let's start from format of the CV. When it comes to formatting, there are four main things to consider. ഒന്നാമത്തത് ജർമ്മനിയിലെ 2 കോളം ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്തത് നമ്മുടെ CV ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റുകൾ ഗൂഗിളിൽ നിന്നും യൂറോപാസ് പോലുള്ള വെബ്സൈറ്റിൽ നിന്നൊക്കെ റെഫറൻസിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അഗൈൻ ഐ എം ഹൈലൈറ്റിംഗ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ റെഫറൻസ്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ഈസ് നെവർ ഗോണ മേക്ക് യുവർ റെസ്യൂമേ സ്റ്റാൻഡ് ഔട്ട്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റിന് എടുത്ത് നമ്മൾ അതിനെ കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ സ്കിൽസും ക്വാളിഫിക്കേഷനൊക്കെ ആഡ് ചെയ്ത് അതിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. മൂന്നാമത്തെ കാര്യം പ്രോപ്പർ അലൈൻമെന്റ്, സ്പേസിങ്, അതുപോലെ മാർജിൻ വിടേണ്ടടുത്ത് മാർജിൻ വിടുക. പ്രോപ്പർ സൈസിലുള്ള ഫോണ്ട് യൂസ് ചെയ്യുക. സാധാരണയായിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഫോണ്ടും ഹൈലൈറ്റിന് വേണ്ടിയിട്ട് ഡാർക്ക് ബ്ലൂ ഫോണ്ടും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നാലാമത്തെ കാര്യം പ്രൊഫഷണൽ ഫോട്ടോ. പ്രൊഫഷണൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ മുന്ന് പിടിച്ചിരിക്കുന്ന ഫോട്ടോ എന്നല്ല അർത്ഥം. നമ്മൾ കുറച്ചും കൂടെ അപ്രോച്ചബിൾ ആണെന്ന് അവർക്ക് തോന്നണം. അപ്പൊ ഇനി അടുത്തത് വാട്ട് ടു ഇൻക്ലൂഡ് ഇൻ യുവർ CV, അതായത് കണ്ടന്റ് എന്താണ് വേണ്ടതെന്ന്. ജർമ്മനിയിൽ ഫോളോ ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട്. ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം, പിന്നെ പ്രൊഫഷണൽ സമറി, ഇത് ഓപ്ഷണൽ ആണ്, പിന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, അത് കഴിഞ്ഞാൽ സ്കിൽസിലാണ് ലാംഗ്വേജ് സ്കിൽസ് വരുന്നത്, പിന്നെയാണ് നമ്മുടെ ഹോബീസ് ഓർ ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ ഇതെല്ലാം ഈ വർക്ക് എക്സ്പീരിയൻസ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ വേണം നമ്മൾ കൊടുക്കാൻ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വർക്ക് എക്സ്പീരിയൻസിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ളതും ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളതും നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല ഒരുപാട് ടെക്സ്റ്റ് ആക്കുന്നെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സിൽ കൊടുക്കാനും ശ്രദ്ധിക്കും. പിന്നെ ഓൾവേസ് ട്രൈ ടു ക്വാണ്ടിഫൈ യുവർ അച്ചീവ്മെന്റ്സ്. നമ്മളിപ്പം ഐ കോൺട്രിബ്യൂട്ടഡ് 80% അല്ലെങ്കിൽ 50%, അങ്ങനെ ഒരു ക്വാണ്ടിഫൈ ചെയ്ത അച്ചീവ്മെന്റ്സ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും റെസ്യൂമേൽ എപ്പോഴും നല്ലത്. ഇനിയാണ് മക്കളെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്, അതായത് നമ്മുടെ റെസ്യൂമേൽ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, ജർമ്മനിയിലാണല്ലോ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ജർമ്മൻ അറിഞ്ഞില്ലെങ്കിലും CV ജർമ്മനിലേക്ക് ആക്കുക. അത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കോൺവെർസേഷണൽ പ്രൊഫഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ജർമ്മൻ CVക്ക് പകരം ഇംഗ്ലീഷ് CV വെക്കുന്നത് തന്നെയാണ് നല്ലത്. ചില കമ്പനികളിൽ നിന്ന് നമ്മൾ റിക്രൂട്ടർ ആയിരിക്കും ആദ്യം കോൺടാക്ട് ചെയ്യുക. ഈ റിക്രൂട്ടേഴ്സിന് ഭയങ്കര ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്നില്ല. അപ്പൊ അവർക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഭയങ്കര വലിയ ഷോർട്ട് ഫോംസും അങ്ങനെയൊക്കെ വെച്ച് റെസ്യൂമേ ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറലവന്റ് ഡേറ്റ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ആവശ്യമേ ഇല്ല. നമുക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ട് ഈ ജോബ് പൊസിഷന് റെലവെന്റ് ആയിട്ടുള്ളതും റീസെന്റ് ആയിട്ടുള്ളതും മാത്രം കൊടുക്കുക. കുറെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വിചാരിക്കും നമുക്ക് കുറെ ഉണ്ട്, പക്ഷെ ഇതിന് ഏതാ നല്ലതെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്, ആ ഒരു കഴിവില്ലാത്ത ഒരാളാണ് എന്ന് വിചാരിക്കും. ജോബ് ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. അതിന് മാച്ചിങ് ആണോ നിങ്ങളുടെ സ്കിൽ സെറ്റ്, അല്ലെങ്കിൽ അതിന് പറഞ്ഞിരിക്കുന്ന കീവേഡ്സ് എല്ലാം നിങ്ങളുടെ റെസ്യൂമേയിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നല്ലോണം നോക്കുക. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഒരു കാരണവശാലും നിങ്ങളുടെ റെസ്യൂമേ 2 പേജിൽ കൂടുതലാവാൻ പാടില്ല. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കും, അവർ അതൊന്നും വായിച്ചു നോക്കാൻ പോകുന്നില്ല. ഇനി ജർമ്മനിയിൽ പലർക്കും ഇൻസ്റ്റന്റ് റിജക്ഷൻ കിട്ടാനുള്ള കാരണം ഇതാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സില്ലി ആയിട്ട് തോന്നാം. ഒരു ടൈപ്പോയോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ നിങ്ങളുടെ റെസ്യൂമേയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് റിജക്ഷൻ കയ്യിലടിച്ചു തരും. അവർ നിങ്ങളുടെ സ്കിൽ സെറ്റ് മാച്ച് ആണോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യവും നോക്കില്ല. അപ്പൊ അതുകൊണ്ട് പ്രൂഫ് റീഡ് ചെയ്യുക. അതുപോലെ ആൾക്കാർ വേറെ ഫ്രണ്ട്സിനെ കൊണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കുക. വെബ്സൈറ്റുകൾ അതിനുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കുക. ഗ്രാമറിൽ യൂസ് ചെയ്യുക. എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു ടൈപ്പോയോ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി കുറച്ച് അഡീഷണൽ ടിപ്സ് ആണ്. ജർമ്മനിയിലെ കമ്പനികളിൽ ഹയറിംഗ് മാനേജേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നമ്മൾ 2 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നിങ്ങൾ കുറച്ചും കൂടെ റിലേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കുക. നമ്മൾ ജോലിക്ക് നോക്കുമ്പോൾ നിങ്ങൾ ടെക്നിക്കലി ഫിറ്റ് ആണോ എന്ന് മാത്രമല്ല കൾച്ചറലി ഫിറ്റ് ആണോ എന്നും കൂടി നോക്കും. അപ്പൊ അതുകൊണ്ട് വളരെ പ്രസന്റബിൾ ആയിട്ട് പ്ലസന്റ് ആയിട്ട് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കവർ ലെറ്ററിന്റെ കാര്യമാണ്. ചിലപ്പോൾ അത് ഓപ്ഷണൽ ആയിരിക്കും, പക്ഷേ കവർ ലെറ്റർ വെച്ച് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ബട്ട് ദിസ് കവർ ലെറ്റർ ഷുഡ് നോട്ട് ബി എ റെപ്ലിക്ക ഓഫ് യുവർ റെസ്യൂമേ. ഇറ്റ് ഷുഡ് ആഡ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് യുവർ റെസ്യൂമേ. അല്ലാതെ നമ്മൾ അത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്. ഇനിയുള്ളത് എന്റെ ഒരു സജഷൻ ആണ് കേട്ടോ. ഈ ഹയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ദേ ഡോണ്ട് നോ യു. അപ്പോൾ നമ്മൾ എങ്ങനെ നമ്മളെ പ്രസന്റ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ നുണ പറയണമെന്നൊന്നും അല്ല, പക്ഷെ ഡോണ്ട് അണ്ടർ സെൽ യുവർ സെൽഫ്. നമ്മൾ ഓവർ സെൽ ചെയ്യാനും പാടില്ല. പക്ഷെ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിനെ, നിങ്ങളിപ്പോ ഒരു ടീമിന്റെ ഭാഗമായിട്ടാണ് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും കോൺഫിഡന്റ് ആയിരിക്കുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. പിന്നെ ആസ് യൂഷ്വൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ്, ബി കോൺഫിഡന്റ്, ബി ഹോപ്പ്ഫുൾ, അതുപോലെ ബി റെഡി ടു അൺലേൺ. ഹാപ്പി ജോബ് ഹണ്ടിങ് ടിപ്സ്. അപ്പൊ ശരി, ചൂസ്.